മാസ് മോട്ടോഴ്സ് വന്നപ്പോൾ നമ്മുടെ ഹോണ്ട ഡിയോ ജനറൽ സർവീസായിട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് കേട്ടോ. എയർ ഫിൽട്ടറൊക്കെ അത് കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അടുത്ത സർവീസിലേക്ക് നോക്കിയിട്ട് കൂടുതൽ ബ്ലോക്ക് ആണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി കേട്ടോ. ഇപ്പം ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ആക്കാം. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നമുക്ക് ഡ്രൈ ടൈപ്പ് ക്ലച്ച് തന്നെ, അതിനകത്ത് ഓയിൽ ലീക്കോ കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. കാരണം ഈ രണ്ട് ഓയിൽസിൽ സാധാരണ ചില കേസിൽ ലീക്ക് വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനും ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അഴിക്കണം. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലച്ച് അഴിക്കുന്നത് നമ്മൾ കേട്ടോ. അപ്പോൾ നിലവിൽ ഓയിൽ ലീക്കൊന്നുമില്ല. പിന്നെ നമുക്ക് അത്യാവശ്യം ഈ ക്ലച്ച് ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കിക്കർ വീലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റാം. ഇതതിൻ്റെ ബെൻഡെക്സ് യൂണിറ്റാണ്, വർക്കിങ്ങൊക്കെ പക്കയാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വേരിയേറ്റർ ബോഡിയും റോളർ സെറ്റും ബോസ് ഡ്രൈവൊക്കെ ആയാലും നോർമൽ സാധാരണ ഉപയോഗത്തിൻ്റേതായിട്ടുള്ള തേമാനമുള്ളൂ കേട്ടോ. ബെൽറ്റ് കംപ്ലൈൻ്റ് ഒന്നുമില്ല. വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ് കിടക്കുന്നത്. വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും കാണണമെന്നില്ല കേട്ടോ. നമുക്ക് ഓടിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അത് CVT ക്ലച്ചിൻ്റെ മെയിനായിട്ടുള്ളൊരു പാടാണ് ക്ലച്ച് ഷൂ, ക്ലച്ച് വെയിറ്റ് സെറ്റ് എന്നൊക്കെ പറയും. അപ്പോൾ അതൊക്കെ നിലവിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് ഗ്രീസിംഗ് ഒക്കെ നടത്തിയിട്ടൊന്ന് റീസെറ്റ് ആകും. ഇത് ഡ്രൈ ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഓയിലോ കാര്യങ്ങളൊന്നും വന്നില്ല. അപ്പോൾ നമ്മൾ മാനുവലായിട്ട് അത് അഴിച്ച് ഗ്രീസിങ് നടത്തണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടിയും അഴിക്കണം കേട്ടോ. പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് ഈ തവണയും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ ഫ്രണ്ട് വീൽ അഴിച്ചേക്കാണ്. അതിന് ശേഷം നമ്മളിത് അഴിച്ചിട്ട് അതിൻ്റെ ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ആക്കും. ടയറ് പുതിയ ടയറാണ്, കണ്ടീഷൻ ഓക്കെയാണ്, പക്കയാണ് കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ ഈ എൻജിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഉണ്ടല്ലോ, ആക്സിലേറ്റർ കേബിൾ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട്. അത് കേബിളൊന്നും മാറ്റിയിടണം. കാരണം ഞാൻ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ ക്ലച്ച് ആയതുകൊണ്ടാണ് ആക്സിലേറ്റർ റേസിങ് കാര്യങ്ങൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും വണ്ടി ഓടിക്കാനായിട്ട്. ചോക്ക് വർക്കിംഗ് കറക്റ്റാണ്, വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പിന്നെ സ്റ്റാർട്ടിങ് സംബന്ധമായിട്ട് വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കാർബറേറ്റർ നമ്മൾ അഴിക്കണില്ല. കാർബറേറ്റർ നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല, നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ അഴിക്കാത്ത കേട്ടോ. പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് അതേപോലെ തന്നെ ലിങ്ക് അതൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അഴിച്ചാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനറൊക്കെ നമുക്ക് അത്യാവശ്യം ഉണ്ട്. അപ്പോൾ നല്ല ലൈനറാണ്, ഒന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി. അതേപോലെ നമുക്ക് ഫ്രണ്ട് സസ്പെൻഷൻ വരുന്നത് ലിങ്ക് ടൈപ്പാണ്. അതൊന്ന് അഴിച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം. നമുക്ക് ജനറൽ സർവീസിൽ തന്നെ ആഡ് ചെയ്ത് നമ്മൾ ചെയ്ത് പോയിക്കോളും കേട്ടോ. പിന്നെ അതിനകത്ത് ഈ രണ്ട് ബ്രേക്കിൻ്റെ കേബിളുകൾ, അത് ഫ്രണ്ട് ബ്രേക്കിലേക്ക് കണക്ട് ചെയ്ത് വന്ന ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കോമ്പി ബ്രേക്കിൻ്റെ കേബിളും, അങ്ങനെ രണ്ട് കേബിളാണ് വന്നത്. ഈ രണ്ട് കേബിളും ഔട്ടർ വലിഞ്ഞേക്കുക. ഇതിനകത്ത് നോക്കുന്ന സമയത്തുണ്ടല്ലോ, അത് ഈ കേബിളിന് സാധാരണ ഇത്രയും ലെങ്ത്ത് വരണം. ഇവിടെ ഔട്ടർ വലിഞ്ഞിട്ട് രണ്ട് കേബിളും ഒരേ ലെങ്ത്ത് തന്നെയാണ് വന്നത്. ഇത് ഔട്ടർ വലിഞ്ഞതിന് ശേഷം ചുരുങ്ങി പോയേക്കണം. അപ്പോൾ ബ്രേക്ക് പിടിച്ചാലും ബ്രേക്ക് കിട്ടാനൊരു ബുദ്ധിമുട്ടായിട്ട് വരും. ഇപ്പോഴത്തെ കണ്ടീഷനൊക്കെ ഇത് കുറച്ചുകൂടെ ഓടുമ്പോഴത്തേക്കും രണ്ടും ഇതും ഔട്ടർ പൊട്ടി നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറ്റുമ്പോൾ നമുക്ക് രണ്ടും കൂടി മാറ്റിയിട്ടാലാണ് കറക്റ്റ് അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം കിട്ടുള്ളൂ. പിന്നെ ബാറ്ററി നമ്മൾ ടെസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററിയുടെ കേസ് എന്ന് പറയുമ്പോൾ ബാറ്ററി 2020 മോഡൽ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ടും ബാറ്ററിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വോൾട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് 12 വോൾട്ട് 4 ആംപിയർ ബാറ്ററി നമുക്ക് വണ്ടിക്ക് വന്നെ. വോൾട്ട് കഴിക്കുമ്പോൾ 12 വോൾട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആംപിയർ ടെസ്റ്റും നമ്മൾ നടത്തി പോകുന്നുണ്ട്. ബാറ്ററി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. 2020 ബാറ്ററി ആണെങ്കിലും ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഈ സെക്കൻഡറി ഫിൽട്ടർ ഒന്ന് മാറ്റിയിട്ടേക്കാം. അത് അത്യാവശ്യം ഇവിടെയൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ടേക്കാം. പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. നമുക്ക് എയർ ഫിൽട്ടർ മാറ്റും. അടുത്ത സർവീസിൽ മിക്കവാറും നമുക്ക് എയർ ഫിൽട്ടർ ചേഞ്ച് ചെയ്യേണ്ടി വരും. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്ലഗും കൂടി മാറ്റിയിടേണ്ടി വരും കേട്ടോ. അപ്പോൾ എയർ ഫിൽട്ടറും പ്ലഗും മാറുമ്പോൾ കാർബറേറ്ററും കൂടി ഒന്ന് അഴിച്ചാൽ അടുത്ത സർവീസിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ നിലവിൽ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ പ്രൊട്ടക്ടർ ഇവിടെ ഒക്കെ പൊട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ സൈഡൊക്കെ ഓൾറെഡി എവിടെയൊക്കെ കയറി കൊളുത്താനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ എന്തായാലും ഇതും കൂടി പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഇടാം. അത് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. നിങ്ങൾ പറയണ പോലെ നമ്മൾ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഇത്രയും ഭാഗങ്ങൾ പെടുത്തിയിട്ട്, അപ്പോൾ എൻജിൻ ഓയിലും ആ പ്രൊട്ടക്ടറും ബ്രേക്കിൻ്റെ 2 കേബിള്, ആക്സിലേറ്ററിൻ്റെ കേബിള്, ഇത്ര ഐറ്റംസ് പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ. അപ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്തേക്കണേ.